യോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. അല്പനിമിഷം ധ്യാനിപ്പാൻ ഈ പ്രഭാതത്തിൽ ആമേൻ സങ്കീർത്തനങ്ങൾ 20 അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമേൻ ദൂതാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമ്മെ കേൾപ്പിക്കുന്നത്. ഈ സങ്കീർത്തന ഭാഗം നമുക്കറിയാം, ഒത്തിരി വേദനയിൽ കൂടെയൊക്കെ കടന്നു വന്നിരിക്കുന്ന തൻ്റെ യാത്രയുടെ നടുവിലും തൻ്റെ സ്തോത്രം പ്രാർത്ഥനയുടെ നടുവിലൊക്കെ ദൈവം തനിക്ക് കൊടുത്ത ജയത്തെ ഓർത്ത് ദാവീദ് ഈ സങ്കീർത്തനത്തെ വളരെ ജയത്തോടെ എഴുതിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു, എല്ലാവരുമല്ല, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. അപ്പോൾ രഥം, കുതിര. എന്നാൽ വചനം പറയുന്നു, ജയത്തിന് കുതിര വ്യർത്ഥമെത്രേ. സ്തോത്രം. നമുക്കറിയാം, ആദിമ കാലഘട്ടങ്ങൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോഴൊക്കെ നമുക്ക് രഥങ്ങളെക്കുറിച്ച് കാണാൻ കഴിയുന്നു. സ്തോത്രം. രഥങ്ങളെന്ന് പറയുമ്പോൾ സ്തോത്രം, ആ കാലഘട്ടങ്ങളിൽ വാഹനങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന രഥങ്ങളാണ്. കഴുതകളെ ഉപയോഗിക്കാറുണ്ട്, കുതിരകളെ ഉപയോഗിക്കാറുണ്ട്. മൃഗങ്ങളുടെ മേലൊക്കെ വ്യക്തികൾ സഞ്ചരിക്കാനായി അന്ന് ആ കാലഘട്ടങ്ങളിൽ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ ദാവീദ് പറയുന്നു, അതിൽ ആശ്രയിക്കുന്നവർക്കും കുതിരയിൽ ആശ്രയിക്കുന്നവർക്കും, എന്നാൽ അവരൊക്കെ ആശ്രയിക്കുന്നു, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവരൊക്കെ അതിൽ ആശ്രയിക്കട്ടെ, അവരുടെ ജയം അതൊക്കെയാണെന്ന് അവർ വിചാരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞങ്ങൾ ആരാധിക്കുന്നത് ദൈവത്തെയാണ്. ഇന്ന് പകലിൽ ദൈവം നമുക്ക് എന്തെല്ലാം തന്നാലും നമ്മളുടെ ഹല്ലേലൂയ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന ദൈവകുഞ്ഞെ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എതിരായി സ്തോത്രം തുഴയാൻ നമുക്ക് കഴിയുമോ? എന്നാൽ നോക്കിക്കേ, ഇവിടെ 4-ാമത്തെ വാക്യം പറയും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. സ്തോത്രം. ദാവീദ് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇന്ന് പകൽ ദൈവം നിനക്ക് നൽകട്ടെ. എന്താ നീ ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുന്ന ഹൃദയത്തെ നിറയ്ക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങൾ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആഗ്രഹമില്ലാത്ത മനുഷ്യനുണ്ടോ? 90 വയസ്സായ വ്യക്തിക്കും ആഗ്രഹമുണ്ട് ഒരു ബെൻസ് കാറിൽ കറങ്ങണമെന്ന്. സ്തോത്രം. സ്തോത്രം. ജനിച്ച് 1 മാസമായ കൊച്ചിനും ആഗ്രഹമുണ്ട് പപ്പയുടെയും അമ്മയുടെയും കൂടെ ഒരു യാത്ര പോകണമെന്ന്. അപ്പോൾ ആഗ്രഹമില്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിൽ ആരുമില്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്. പക്ഷേ അതിലുപരി പ്രൈസ് ദി ലോർഡ്, പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പുസ്തകം 31-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രവാചകൻ ഒരു ദൂത് പറയുന്നു. 31-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു വലിയൊരു ദൂതും അതിനകത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ദൈവം സഹായത്തിനായി ദൈവം ചിലരെയൊക്കെ എണീപ്പിക്കുന്നതായൊക്കെ നമുക്കവിടെ കാണും. 31-1 അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്കിലേക്ക് നോക്കിയ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ സ്തോത്രം മനസ്സ് ഊന്നി രഥം അനവധി ഉള്ളത് കൊണ്ട് അതിലും കുതിരച്ചേവകരിലും. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ജനം എവിടെ ആശ്രയിക്കുന്നത്? അവരാശ്രയിക്കുന്നത് മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കുതിരകളിൽ, കുതിരച്ചേവകരിൽ എന്ത് ചെയ്തു? അവര് ആശ്രയിക്കാൻ നോക്കി. എന്നാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്?
ആമേൻ, ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്താണോ തരുന്നത് അത് ദൈവം തന്നതാ, അത് ഈ ഭൂമിയിൽ നമുക്ക് ഉള്ളതാ. പക്ഷേ സർവത്തെയും മെനയുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ആശ്രയിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ സഹായിപ്പാൻ മനുഷ്യന് കഴിയത്തില്ല കേട്ടോ, ദൈവത്തിനൊന്ന് പകൽക്കാലം കഴിയും. സ്തോത്രം. അവിടെ 36-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, നീ പിന്നെ എങ്ങനെ എൻ്റെ യജമാനൻ്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനായെങ്കിലും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നോക്കൂ, ആമേൻ, രഥങ്ങളിലായിട്ടും കുതിരച്ചേവകരിലായിട്ടും നീ മിസ്രൈമിൽ ആശ്രയിക്കുന്നുവല്ലോ. സ്തോത്രം. അപ്പോൾ പലതിലും ജനം ആശ്രയിക്കുക. സ്തോത്രം. ആശ്രയം ദൈവത്തിലാകണം. ചിലർ മക്കളിൽ ആശ്രയിക്കും. ആമേൻ, മക്കളിൽ ആശ്രയിക്കുന്ന ഒത്തിരി പേരുണ്ട് നമുക്ക് കാണാം. ലാസ്റ്റ് അവരെല്ലാം കണ്ണുനീരിൽ. ആമേൻ, മക്കളെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിച്ചാൽ ഞങ്ങളെ അവർ വയസ്സുകാലത്ത് നോക്കുമല്ലോ എന്ന് പറഞ്ഞ ഒത്തിരി മാതാപിതാക്കൾ ഇന്ന് വൃദ്ധസദനത്തിൽ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അവരെല്ലാം അനാഥ മന്ദിരങ്ങളിൽ കഴിയുക. മക്കളെല്ലാം ആമേൻ ഒരു പദവിയിലേക്ക് എത്തി, അവരെല്ലാം അങ്ങ് പോയി, അവർക്ക് സമയമില്ല. ആമേൻ, എന്തിനേറെ അപ്പനും അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ പോലും അവരെ വന്ന് കാണാൻ പോലും സമയമില്ലാത്ത ഒരു തലത്തിലേക്കെത്തി. അവരുടെ ആശ്രയം ഏതെന്നറിയാമോ? അവരുടെ ആശ്രയം ഉപജീവന വഴിയിലായിപ്പോയി, ലോകത്തിലായിപ്പോയി അവരെ ആശ്രയം. ആമേൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ആശ്രയസ്ഥാനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ആശ്രയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാ. ഈ ആശ്രയസ്ഥാനങ്ങൾ ദൈവം തരുന്നത് കേട്ടോ. സ്തോത്രം. നോക്കിക്കേ, സദൃശ്യ വാക്യങ്ങളിൽ സലോമോൻ പറയുന്ന ഒരു ദൂത് 21-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് ചമച്ചിരിക്കുന്ന യജമാനൻ യഹോവയുടെ ആമേൻ ഹല്ലേലൂയ കൈവശത്തിലായിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കിക്കേ. ആമേൻ, കുതിരയെ എങ്ങനെ ചമയ്ക്കുന്നു? യുദ്ധ ദിവസത്തിലേക്ക് ചമച്ചിരിക്കുന്നു. അപ്പോൾ കുതിരകളെ യുദ്ധത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ആമേൻ, അതിൻ്റെ പുറത്തു കയറി ഇരുന്ന് യുദ്ധം ചെയ്യാൻ മനുഷ്യൻ കുതിരകളെ ആശ്രയിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിലും പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ നോക്കിക്കേ, ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവകുഞ്ഞിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ അടുത്തുണ്ട്. സ്തോത്രം. ആമേൻ, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആശ്രയിക്കുമെങ്കിൽ ചില കുടുംബങ്ങൾക്കകത്ത് ഒരു വലിയ വിടുതൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ, നിന്റെ പ്രാർത്ഥനയും ആരാധനയും കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആമേൻ, സ്തോത്രം. ഈ ഏപ്രിൽ മാസം 20-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ആമേൻ, നീ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ നിന്റെ ഹൃദയങ്ങളെ, ആമേൻ, നിങ്ങളുടെ ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അടുത്തിറങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ 1-ാം വാക്യം പറയുന്നു, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് പകലിൽ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ്, ആമേൻ, സ്തോത്രം, നിവർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ. നിവർന്നു നിൽക്കാൻ ഈ പകലിൽ നിന്നെ നിവർത്തി നിർത്തുവാൻ അധികാരമുള്ള ഒരു ദൈവം നിന്റെ പക്കലുണ്ട്. നിന്നെ നീയാക്കിയ ഒരു ദൈവമുണ്ട്. ദൈവ പൈതലേ, ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. വഴികൾ ദൈവം തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ ഒത്തിരി പ്രാർത്ഥന വിഷയത്തിന് മുമ്പിലായിരിക്കും ദൈവമക്കളുണ്ട്. ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതിന്, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണം. ജനത്തെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്ന ക്രൂശിൻ്റെ മറവിൽ മറച്ചാട്ട്, കർത്താവിൻ്റെ കൃപയിൽ മറച്ചാട്ട്, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ
അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.